ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ പ്രഭാതത്തിൽ എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 10-ാം വാക്യം. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. നാം ജീവിതത്തിൽ തൃപ്തരാകുമ്പോൾ, തൃപ്തി പ്രാപിക്കുമ്പോൾ നാം ദൈവത്തെ മറക്കുവാൻ പാടില്ല. ദൈവം നമ്മെ കൊണ്ടുവന്നാക്കി വെച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഭക്ഷണങ്ങളിൽ, ദൈവം നമുക്ക് അനുഭവിക്കുവാൻ നൽകിയിട്ടുള്ള എല്ലാ നന്മകളിലും നാം തൃപ്തരാകുമ്പോൾ, തൃപ്തി പ്രാപിച്ച് നിൽക്കുമ്പോൾ നാം ദൈവത്തെ മറക്കുവാൻ പാടില്ല. പലപ്പോഴും തൃപ്തരാകുമ്പോൾ നാം ദൈവത്തെ മറന്നു പോകാറുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നു, തൃപ്തരാകുമ്പോൾ നാം ദൈവത്തെ മറന്നു പോകരുത്. നമുക്കതിൻ്റെ മുകളിലേക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദൈവം കൊണ്ടുപോകുന്ന ദേശത്തേക്കല്ലോ നീ പോകുന്നത്, നല്ല ദേശമാണെന്നും അത് താഴ്വരയിലും മലയിലും നിന്ന് പുറപ്പെടുന്ന നീരൊഴുക്കുകൾ ഉള്ള തടാകങ്ങളുള്ള ദേശമാണെന്നും ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഉള്ള ദേശമെന്നും ഒലിവ് വൃക്ഷവും തേനും ഉള്ള ദേശമെന്നും സുഭിക്ഷമായി ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശമെന്നും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ സുഭിക്ഷമായ അനുഭവങ്ങളെയാണ് അവിടെ കാണിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പലപ്പോഴും കഷ്ടതകളും ഞെരുക്കങ്ങളും വരാം. എന്നാൽ മറുഭാഗത്ത് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ കഴിഞ്ഞുപോയ കാലങ്ങളെക്കാൾ ഇന്ന് സുഭിക്ഷമായ അനുഭവങ്ങളിലാണ് ദൈവം നമ്മെ നയിക്കുന്നത്. ആയതിനാൽ മാനുഷികമായ പ്രവർത്തികളിൽ ഒരിക്കലും ആശ്രയിക്കാതെ ദൈവം നമ്മെ നടത്തി വരുന്ന വിധങ്ങളെ ഓർക്കുകയും അതോടൊപ്പം തന്നെ എൻ്റെ കഴിവ് കൊണ്ടല്ല ഇത് ചെയ്തിട്ട് സംഭവിച്ചിട്ടുള്ളത്, ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഇന്നനുഭവിക്കുന്ന എല്ലാ നന്മകളും ഉള്ളത് എന്ന് ഓർത്ത് ജീവിതത്തിൻ്റെ നന്മയുടെ നാളുകളിൽ നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ മറന്നുപോകുവാൻ പാടില്ല. നമ്മൾ കഷ്ടതയുടെ നാളുകളിൽ മാത്രം ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തോടടുത്ത് വരികയും ചെയ്യാതെ ദൈവം നൽകുന്ന നന്മകളെ അനുഭവിച്ചുകൊണ്ട് നന്മയുടെ നാളുകളിലും കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമുക്കേവർക്കും കൃപ നൽകുമാറാകട്ടെ. നമുക്ക് കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ പിന്നെയും അങ്ങയുടെ തിരുസന്നിധിയിൽ വരുന്നു. കർത്താവേ, ഞങ്ങൾ തൃപ്തരാകുമ്പോൾ ദൈവത്തെ മറക്കുവാനോ ദൈവം ആര് എന്ന് ചോദിക്കുവാനോ ഇടവരാത്ത നിലകളിൽ തൃപ്തരാകുമ്പോൾ ഞങ്ങൾ ദൈവമുഖം അന്വേഷിക്കുവാനും ദൈവമാണ് ഞങ്ങളെ വരത്തക്ക നിലകളിൽ നയിച്ചതെന്ന് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്യും. ദൈവത്തെ മറന്നൊരിക്കലും ജീവിക്കുവാൻ ഇടവരരുത്. കൃപയിൽ കാക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ.